സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങ് പല ആവർത്തി പറയുകയുണ്ടായി, ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ അഭികാമ്യമല്ല. ജനങ്ങൾ പക്ഷേ അതൊക്കെ കോൺഗ്രസ് എന്ന നിലയിൽ ഇതിനെയൊക്കെ കണ്ട് ഒരു പരിമിതിയും സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വെച്ച് ഇതൊക്കെ ആവർത്തിക്കണമെന്നല്ല എന്ന് അങ്ങ് പറയുകയുണ്ടായി. അത്രയും വരെ കോൺഗ്രസ് രാഷ്ട്രീയം എത്തുന്നതിനെ മനസ്സിലാക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയതിൻ്റെ ആപത്താണ് ശ്രീ എൻ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മുൻപും ഉണ്ട്. പക്ഷേ കെ വി തോമസിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ശ്രീ കൃഷ്ണദാസ് പറയുന്നത് പോലെ വഴിക്ക് നിന്ന് പിടിക്കാൻ നിൽക്കുകയാണ് ബി ജെ പി. ഇപ്പോൾ അങ്ങേക്കറിയുന്നൊരു കാര്യമുണ്ട്, പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമുഖ നേതാവ്, ഞാൻ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എൻ ഡി എ ഇപ്പോഴും പറയുകയാണ് അദ്ദേഹം സ്വതന്ത്രനായി എവിടെ നിന്നാൽ നിങ്ങളുടെ ആളാണ്, സ്വതന്ത്രനായി നിന്നാൽ അപ്പോൾ പിന്തുണയ്ക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി, ആൻ്റോ ആൻ്റണി തന്നെ എവിടെയായി. തോമസ് മാഷെ നിങ്ങളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു പത്രം എഴുതിയിരിക്കുന്ന 3 പദവികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് എന്നാണ്. അല്ലെങ്കിൽ എവിടേക്ക് പോകുമെന്നാണ്? പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് പോകുമെന്നാണോ? അല്ല, പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ഓരോ തരം ചെപ്പടി വിദ്യകൾ കാട്ടേണ്ടി വരുന്ന ഒരു പാർട്ടി, അതും 6 തവണ മത്സരിച്ച് ഏതൊക്കെ പദവികളിൽ ഇരുന്ന കേന്ദ്രമന്ത്രി വരെയായിരുന്ന ഒരു പ്രമുഖൻ്റെ കാര്യത്തിൽ ഈ അങ്കലാപ്പ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ശ്രീ കൃഷ്ണദാസിനെ പഴിച്ചിട്ട് എന്ത് കാര്യം? അല്ല, ആദ്യം അതിന് മറുപടി പറയാം, എന്നിട്ട് കൃഷ്ണദാസിലേക്ക് പോവാം. അതിന് കൃത്യമായി ആദ്യത്തെ ദിവസം സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് തന്നെ ശ്രീ കെ വി തോമസ് നടത്തിയ പത്രസമ്മേളനം കൃത്യമായി കേട്ടാൽ അദ്ദേഹം ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് പോകുമെന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഐ ആം ഷോക്ക്ഡ് എന്ന് അദ്ദേഹം 5ഓ 6ഓ പ്രാവശ്യം പത്രസമ്മേളനത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്കതൊന്നും തലയിൽ കയറുന്നില്ല, ഞാൻ നാളെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. എന്ത് കാര്യം ചോദിച്ചിട്ടും ബി ജെ പി പോകുമെന്നോ നിങ്ങൾ രാജിവെക്കുമെന്നോ സംഘടനാരംഗത്ത് മാറിയിരിക്കുമ്പോൾ എന്ത് ചോദിച്ചിട്ടും അദ്ദേഹം ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടേ ഇല്ല. ഞാനും ശ്രീ വേണു കേട്ടതാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാചകം, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇന്ന് ഷോക്ക്ഡാണ്, ഞാൻ ഇന്ന് ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായും എൻ്റെ ഇതുമായിട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയും. ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ. ഞാൻ പറയാം, ആ പറച്ചിലിനകത്ത് അദ്ദേഹം എന്ത് വ്യാഖ്യാനിച്ചാലും അദ്ദേഹത്തിൻ്റെ ഫൈനൽ റിസൾട്ട് ഇന്നലെ രാവിലെ വന്നിരിക്കുന്നു. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ്, ഞാൻ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ വഴിയിൽ ചാക്കുകളുമായി നിൽക്കുന്ന കള്ളന്മാരെ പേടിക്കുന്നു, അതോ ഇത്രയും പാരമ്പര്യമുള്ള ശ്രീ കെ വി തോമസ് പറഞ്ഞത് വിശ്വസിക്കുമോ? അദ്ദേഹം അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. പിന്നെ ബാക്കി ഊഹാപോഹങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ നാട്ടിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കൂടുമാറ്റം നടത്തിയതുകൊണ്ടാണ് നമുക്കൊരു മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഒരു സംശയം വന്നത്. അതിന് ഒരിടയും ഇല്ലാത്ത രീതിയിൽ, ഇടവും കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹം അസന്ദിഗ്ധമായി തന്നെ അത് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൃത്യമായി അദ്ദേഹം ബോധ്യപ്പെടുത്തി. ഇന്ന് എറണാകുളത്ത് അവിടെയാണ് ചോദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഗൗരവം. നിങ്ങൾ പഴയ ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര കലഹം എന്നതിൽ നിന്ന് കാര്യങ്ങൾ ഇനി പരിശോധിക്കാൻ കഴിയില്ല. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്ന പ്രശ്നമാണ് ഇവിടെ CPM ഉയർത്തുന്നത്. അതിനകത്ത് ഗ്രൂപ്പ് തർക്കം എന്ന് പറഞ്ഞ് ചോദിക്കട്ടെ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഗ്രൂപ്പ് തർക്കം വിടൂ, ഇല്ല നിങ്ങൾ BJP-യിലേക്ക് പോകും. അതിന് ഗ്രൂപ്പ് തർക്കം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഒരു വാചകം പറഞ്ഞിട്ട് പോട്ടെ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു ലീഡർ ഗ്രൂപ്പിന്റെ പേരിൽ പരസ്യമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരാൾ നടത്തിയിട്ടില്ല. ഇതിനകത്ത് ഗ്രൂപ്പ് ഒരു അടിസ്ഥാന ഘടകമേ ആക്കിയിട്ടില്ല ഇക്കാര്യത്തിനകത്ത്. ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ വന്നു എന്നുള്ളത് ഒഴിച്ചാൽ, അതിനെ വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് തർക്കമായി വ്യാഖ്യാനിക്കാവുന്ന രീതിയിലേക്ക് കടന്നു എന്നതൊഴിച്ചാൽ, ഞാൻ സത്യസന്ധമായി പറയുന്നു, ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടേ ഇല്ല ഇപ്രാവശ്യം. ഭിന്നബിലിറ്റി തന്നെയായിരുന്നു ഘടകം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മുമ്പിൽ ശത്രുക്കൾ പലതായതുകൊണ്ടാണ്. 1. 2, കേരളത്തിലെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ദേശീയ രാഷ്ട്രീയം വെച്ച് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് ക്രെഡിബിലിറ്റിയുള്ള നേതാക്കന്മാരാണ് കാലങ്ങളായി വളർന്നു വന്നിട്ടുള്ളത്. അത് LDF-ലായാലും UDF-ലായാലും അങ്ങനെയേ വന്നിട്ടുള്ളൂ. അത് കൊണ്ടും കൊടുത്തും വന്ന് പല രീതിയിൽ ഇങ്ങനെ വന്ന് മെയ്വഴക്കം വന്ന് അവർ ക്രെഡിബിലിറ്റിയാണ് കേരള രാഷ്ട്രീയത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചും അവരുടെ ആണിക്കൽ, അവരുടെ കൈമുതലായിട്ടുള്ളത്. അതിനകത്ത് കൈമോശം വരുത്താൻ ആരും സമ്മതിക്കുകയുമില്ല. പക്ഷേ ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നേതാക്കന്മാരൊന്നും പ്രശ്നമല്ല. ആരെങ്കിലും കിട്ടിയാൽ മതി, പേരിനെങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് നിർത്താൻ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞിട്ട് പോയി. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ മാണ്ഡ്യ അവിടെ സുമലത മത്സരിക്കുമോ വേണ്ടയോ? വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ടെന്നേ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കർണാടകത്തിലാണ് ഞാൻ ഈ കർണാടക ഉൾപ്പെടെ കർണാടകയിൽ എന്തെല്ലാം നടന്ന ജനതാദളിൻ്റെ കുമാർ ബംഗാരപ്പയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അത് കേരളം അതിൽ നിന്നൊക്കെ വിഭിന്നമായിരുന്നല്ലോ. ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറയുന്നത് ഞങ്ങളുടെ ആരും പോയിട്ടില്ല എന്നൊക്കെയാണ്. നമ്മൾ കണക്കുകൾ ഇഷ്ടംപോലെ കഥ പറയുന്നുണ്ടല്ലോ. വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ SP-യിലേക്ക് പോകുന്നുണ്ട്, BSP-യിലേക്ക് വരുന്നുണ്ട്, കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്, BJP-യിലേക്ക് പോകുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വടക്കേ ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്.
പക്ഷേ CPM പോലൊരു പാർട്ടിയിൽ നിന്ന് ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ അങ്ങനെയൊന്നും ആരും പോയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ പാർട്ടി മുഴുവൻ അങ്ങ് BJP ചേർന്നു. അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണെന്ന്. എങ്കിൽ പിന്നെ കോൺഗ്രസ് പണ്ടേ ഭരിക്കണ്ടേ? എത്ര വർഷമായിട്ട് ത്രിപുരയിൽ അവിടെ പിന്നെ CPM ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് എന്നും പ്രതിപക്ഷത്തിരിക്കാനേ വിധിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരിക്കൽ പോലും അധികാരത്തിൽ വന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വോട്ട് ഷെയറിനെ സംബന്ധിച്ച് താങ്കൾക്ക് ബോധ്യപ്പെട്ടല്ലോ. പിന്നെ എങ്ങനെയാണ് അവിടെ BJP അധികാരത്തിൽ വരുന്നത്? എങ്ങനെയാണ് അവരുടെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിലെ ബോർഡ് മാത്രം CPM എന്നുള്ളത് മായ്ച്ചിട്ട് വൈറ്റ് വാഷ് അടിക്കുക, അടുത്ത BJP സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ആ രീതിയിലേക്ക് ബംഗാളിലും അതുപോലെ ഇപ്പുറത്തും പോയിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ, ഞാൻ ഇതൊക്കെ മാറ്റി വെച്ച് ചോദിക്കട്ടെ, അവരുടെ ദേശീയ സമിതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് എന്താണ്? കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തല്ലോ. ഏറ്റവും അവസാനം അവർ തയ്യാറായിട്ട് പോലും ഞങ്ങളുടെ സോമൻ മിത്രയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ സഹകരണത്തിനില്ല എന്ന് ബംഗാളിൽ. എന്തുകൊണ്ടാണ്? ഞങ്ങൾ അങ്ങനെ സഹകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെയും അവർ പരാജയപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ പുറകെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, കൃഷ്ണദാസ് മറുപടി പറയേണ്ടത് ആരുടെ പുറകെ ആരാ നടക്കുന്നത്? ബംഗാളിൽ പോലും കോൺഗ്രസിൻ്റെ പുറകിൽ CPM നടക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് അവർ ഈ ന്യായം പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ വിശ്വാസനെക്കുറിച്ചും ഇപ്പോൾ കണ്ണന്താനത്തെക്കുറിച്ചും ഒക്കെ ആ ഗതികേട്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രസക്തമായൊരു കാര്യം, ഇവർ രണ്ടുപേരും സ്വതന്ത്ര MLA മാരും ഒരാൾ സ്വതന്ത്ര MLA ആയിരുന്നു, ഒരാൾ CPM-ൻ്റെ കേഡർ സംവിധാനത്തിലുണ്ടായിരുന്ന ആൾ, അയാൾ NDA-യുടെ സ്വതന്ത്രമായിട്ട് മത്സരിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ പ്രസിദ്ധീകരിച്ചിരുന്ന 20 അംഗങ്ങളുടെ പട്ടികയിൽ രണ്ടുപേർ സ്വതന്ത്രരാണ്. ജോയ്സ് ജോർജ്, ഒരാൾ അപ്പുറത്ത് പൊന്നാനിയിലെ അൻവർ. ഇവർ രണ്ടുപേരും ജയിച്ചു കഴിഞ്ഞാൽ നാളെ BJP സപ്പോർട്ട് കൊടുത്താലും ഇതേ വാദഗതി തന്നെ ശ്രീ കൃഷ്ണദാസ് മുന്നോട്ട് വയ്ക്കുമോ? ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, അവർ CPM-ൻ്റെ സ്വതന്ത്രരായിരുന്നു, അവർ പോയെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൃഷ്ണദാസ് അങ്ങ് പറയുമോ? അതാണ് അങ്ങ് മറുപടി പറയേണ്ടത്. നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ നിർത്തിയിരിക്കുന്ന ജോയ്സ് ജോർജിനെ പോലെ, ഇന്ന് നിങ്ങൾ നിർത്തിയിരിക്കുന്ന അൻവറിനെ പോലെയാണ് നിങ്ങൾ ഈ പറയുന്ന നേരത്തെ മന്ത്രിയെ കണ്ണന്താനത്തെ നിങ്ങൾ നിർത്തിയിരുന്നത്, നിങ്ങൾ MLA ആക്കിയത്, നിങ്ങളുടെ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മാറിയപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നാളെ ഈ ജോയ്സ് ജോർജും അതുപോലെ അൻവറും BJP-ക്ക് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ എന്ത് പറയും? ഞങ്ങളുടെ MLA അല്ല, MP അല്ലെന്ന്. അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോൾ അദ്ദേഹം മറുപടി ശ്രീ റോയ് മാത്യുവിലേക്ക് ഒന്ന് പോവുകയാണ്. കേരളത്തിൽ CPM ഈ ശക്തമായി ഉന്നയിക്കുന്ന കാര്യമുണ്ടല്ലോ, കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന്, അത് ഏൽക്കും? CPM പോലൊരു പാർട്ടിക്ക് അത് പറയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനകത്ത് വിശ്വസിച്ചുകൂടായികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിലവിൽ വടക്കേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസിനകത്തുനിന്ന്, കാരണം കോൺഗ്രസ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനകത്തുനിന്ന് പോകുന്നു. അതൊരു ഫാക്ടറാണ്, അത് നിഷേധിച്ചിട്ട് കാര്യം. ഗുജറാത്തിൽ പോയി, ഹരിയാനയിൽ പോയി, ഇങ്ങോട്ട് ഈ അപ് ടു ഇപ്പം പിന്നെ കർണാടക, ഗോവ എല്ലാം പോയിട്ടുണ്ട്. വടക്കേ ഇന്ത്യക്കാർക്ക് നമ്മൾ ഈ പറയുന്ന പോലുള്ള ഒരു പാർട്ടിയിൽ നിന്നാൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതൊരു കൾച്ചറൊന്നും അവിടെ ഒന്നും ആർക്കുമില്ല. കാരണം ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരെല്ലാം ഓരോ പാർട്ടിയിൽ നിന്ന് വന്നാൽ, ഇപ്പോൾ ഈ സിദ്ധു BJP എന്ന് പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിൽ കയറി, അവർക്കതൊരു പ്രശ്നമല്ല. കേരളം പോലൊരു സ്ഥലത്ത്, കാരണം പിന്നെ ഈ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ക്രെഡിബിലിറ്റി ഇപ്പോൾ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഒരാളുടെ ഇൻറ്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും അതിന് വലിയ വിലയുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സജീവമായി ചർച്ച ചെയ്യുന്നത്. വടക്കേ ഇന്ത്യയിൽ ആരാ ഇത് ചർച്ച ചെയ്യുന്നത്? ഒരിടത്ത് വരെ ചർച്ച ചെയ്യുക, അതൊരു ഇഷ്യൂവേ അല്ല. അതൊരു തരത്തിലും ഇപ്പം തന്നെ കൂടോടാണല്ലോ കേഡേഴ്സ് പിന്നെ ബംഗാളിൽ നിന്ന് TMC-യിലേക്ക് പോകുന്നു, TMC-യുടെ കേഡേഴ്സ് BJP-യിലേക്ക് പോകുന്നു. ഹൂ കേസ്? അതവിടെ ഒരു ചർച്ചയല്ല. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ നാരോ ഡൗൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ അതല്ലാത്തതുകൊണ്ട് തന്നെയാണ് CPM ഒരു പഞ്ചായത്ത് മെമ്പർ മാറിയാൽ പോലും അതൊരു ഇഷ്യൂ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം അത് ജനങ്ങൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ക്രെഡിബിലിറ്റിയിലും ഇൻറ്റഗ്രിറ്റിയിലും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാലുമാറ്റക്കാരെ പിന്നെ പ്രോത്സാഹിപ്പിക്കാത്തതും, അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസമേനോൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് എത്രയോ കാലമായി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? വിശ്വാസമേനോനെ പോലെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പോയി, അല്ലെങ്കിൽ അവരുടെ പിന്നെ സപ്പോർട്ട് സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ ആ സപ്പോർട്ട് സ്വീകരിച്ചത് ഏറ്റവും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഗുരുതരമായൊരു തെറ്റായി പോയെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളതിനെ ആ ലെവലിലാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ കാലുമാറ്റത്തെ നമ്മൾ കാണുന്നതും നമ്മൾ ആ ലെവലിലാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയിലെ ശ്രീ കൃഷ്ണദാസിന് സംശയം തോന്നുന്നുണ്ട്. ഞാൻ ഫാക്റ്റേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇനിയാണേലും ആ ഫാക്റ്റേ പറയത്തുള്ളൂ. എനിക്ക് കോൺഗ്രസിനോട് അഫിനിറ്റിയോ CPM-നോട് ദേഷ്യമോ ഉണ്ടായിട്ടില്ല. ഞാനൊരു ഫാക്റ്റാണ് പറഞ്ഞ് ആ ഫാക്റ്റിനകത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ കൃഷ്ണദാസിൻ്റെ പ്രതികരണത്തിലേക്ക്. സൂപ്പർ പ്രേമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റ്. ശ്രീ കൃഷ്ണദാസ്, അങ്ങേക്ക് മാത്രമാണ് അവസരം. ഈ സ്വതന്ത്രനെ പറ്റിയുള്ള സംശയം ഒന്ന് നീക്കണം, അതാണ് അങ്ങയോടുള്ള ചോദ്യവും. അൻവറും ജോയ്സും നാളെ ആരാകും? അല്ല, അത് പറയാം. എനിക്ക്
എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഞങ്ങൾ എപ്പോഴും ചർച്ചയിലും അല്ലാതെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലുള്ളവരാണ് ജ്യോതികുമാർ ചാമക്കാല. ഒരു 3 ആഴ്ച 4 ആഴ്ച മുമ്പ് ഇതുപോലത്തെ ഒരു ടോക്ക് മാതൃഭൂമിയിലല്ല വേറെ ഏതോ ചാനലിലാണെന്ന് എനിക്ക് സൂക്ഷ്മമായിട്ട് ഓർമ്മയില്ല. ആ ടോക്കിൽ കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കാൻ വന്നിരുന്ന AICCയുടെ വക്താവ് തോമസ് വടക്കനായിരുന്നു. ഫാദറല്ല തോമസ് വടക്കൻ. അതേപോലെ ഞങ്ങൾ ഏറ്റുമുട്ടി സൗഹാർദ്ദപരമായിട്ട്. ഞാൻ ഡൽഹിയിലുള്ള കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. രാജീവ് ഗാന്ധിയുടെ കൂടെ ബാഡ്മിൻ്റൺ കളിച്ചിരുന്ന ആളാണ് ഈ വടക്കൻ. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് മത്സരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം, ഞാൻ മറ്റൊരു സോദരന്മാരുടെ കാര്യം ഇരിക്കട്ടെ, ഈ ജ്യോതികുമാർ ചാമക്കാല നാളെ BJPയിലേക്ക് പോവില്ല എന്നൊന്ന് ഉറപ്പിച്ച് പറയാപ്പോൾ പറ്റുമോ? എന്തായാലും അദ്ദേഹം ഒരു വക്താവ് പോയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടിയിൽ കേരളത്തിൽ ഒരു സാംസ്കാരിക നായകൻ്റെ പേര് പറയാൻ പറ്റുമോ ചാമക്കാലയ്ക്ക്? ആകെ ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്ന ആൾ KS രാധാകൃഷ്ണൻ കോൺഗ്രസിൻ്റെ സംസ്കൃത സർവകലാശാല VC ആക്കി, PSC ചെയർമാനാക്കി. ഇന്നലെ കൊടുത്തു മെമ്പർഷിപ്പ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരുന്ന രാമൻ നായർ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി. ഇതൊക്കെ അവിടെ വെച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഈ അൻവറിൻ്റെ കാര്യമൊക്കെ പറയാൻ പോണത്. അതവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ നേതാക്കന്മാർ ആരൊക്കെ പോവും? തോമസ് മാഷ് ഇന്നലെ TV-കാരോട് നിങ്ങൾ BJP പോകാൻ ചോദിച്ചപ്പോൾ ഇപ്പം ഞാൻ പറയില്ല അതിനെപ്പറ്റിയൊന്നും, ഒരിക്കലും പോവില്ല എന്നല്ല പറഞ്ഞത്. എപ്പോൾ പോവും എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടല്ലോ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമാൻ K. സുധാകരൻ, നിങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ അദ്ദേഹം BJP പോയിട്ടുണ്ടാവും. നല്ലത് ആ പാലക്കാട് BJP ചേർന്ന ഒരു അവസരം അനാവശ്യം പറയാൻ ശ്രമിക്കുന്നത്. എന്തും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് നേതാക്കന്മാരെ എന്തിന്റെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ തർക്കത്തിൽ ഇടപെടുന്നില്ല. ഐ എം നോട്ട് yielding you. ഞാൻ ഒട്ടും വഴിപ്പെടുന്നില്ല. ശ്രീ റോയ് മാത്യു പറഞ്ഞ കാര്യമാണ് അത്. റോയ് മാത്യു പറഞ്ഞൊരു കാര്യമാണ്. വലിയ ബഹുമാനമാണ്. പേഴ്സണൽ ഇന്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ, സ്വതന്ത്ര നിരീക്ഷകൻ എന്നുള്ള മുഖംമൂടി അയച്ചു വെക്കണമെന്നേ പറഞ്ഞു. അതിനെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം താങ്കൾ പണ്ട് TH മുസ്തഫ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് എന്ന് എനിക്കറിയാമായിരുന്നു. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാവണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അഫിലിയേഷൻ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളോട് ഒരു ബഹുമാനക്കുറവും എനിക്കില്ല. നിങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ബഹുമാനക്കുറവില്ല. പക്ഷേ ഈ നിഷ്പക്ഷ നാട്യം ഉണ്ടല്ലോ, ആ നിഷ്പക്ഷ നാട്യം വേണ്ട. നിഷ്പക്ഷ നാട്യത്തിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കാൻ വന്നത് വേണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് എന്റെ ബഹുമാന സുഹൃത്തിനോട് ഒരു ബഹുമാനക്കുറവുമില്ല. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ആളാണ്. ഞാൻ പറയാനുള്ള കാരണം കോൺഗ്രസിനെ ആരും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസിനെ കേരളത്തിൽ ഒരാളും വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ എത്ര കോൺഗ്രസുകാർ നാളെ പോകുന്നു പറയാൻ പറ്റില്ല. നാളെ തോമസ് മാഷ് പോവാ പറയാൻ പറ്റില്ല. വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടില്ല. രണ്ടുപേരും ബഹളം വയ്ക്കുന്നു, ആര് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.